നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വല്ല എമർജൻസി മാറ്റർ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. സർ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സർ. സീരിയസോ? എന്താ പറ. സർ, പോലീസ് പോലീസ് സർ, വർഷ മേഡത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ പറയാതെ തന്നെ ജോലികളുടെ വ്യാപ്തി കൃത്യമായി അറിയുന്നതില് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ നീയാണ് എന്റെ സൗഭാഗ്യം, എന്റെ ഭാഗ്യ നക്ഷത്രം. വേണ്ട, ഇന്ന് റൊമാൻസിനൊന്നും സമയമില്ല. പിടിപ്പത് പണിയുണ്ട്. എന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ വിതരണം ചെയ്യുന്ന സാമ്പിൾ ഡ്രഗ് ആണെന്ന് കേട്ടപ്പോ ഞാൻ ശരിക്കും വരണ്ടുപോയി. പക്ഷേ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഔഷധമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും ത്രില്ലടിച്ചുപോയി. സമൂഹത്തിന് വേണ്ടി മഹത്തായ സേവനമല്ലേ ഞാൻ ചെയ്യുന്നേ. വർഷ ചെയ്യുന്നുവെന്നല്ല, ഈ വിക്രം ചെയ്യിപ്പിക്കുന്നതെന്ന് തിരുത്തണം വർഷ. ബിസിനസ്സിൽ നിന്ന് ലാഭം നേടുന്നതിനൊപ്പം സമൂഹത്തിന്റെ ശുദ്ധീകരണം നടക്കണം. അതാണ് വിക്രമിന്റെ പോളിസി. ഹലോ, ഇത് എവിടെയാ? ഞാൻ പ്രോഡക്റ്റുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാ. പെട്ടെന്ന് വരണം. ഞാൻ സിദ്ദിഖ് മുഹമ്മദ്. ഇപ്പൊ വിളിച്ചാടാ. മനസ്സിലായി. സാധനം എവിടെ? ക്യാഷാണ്. എന്താ ഇവിടെ ഡീലിങ്സ്? എന്ത് കച്ചവടം ഇവിടെ നടക്കുന്നതെന്ന്? നിയമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല സാർ. ഞാൻ മാന്യമായി ബിസിനസ് ചെയ്യുന്ന ഒരാളിന്റെ ഭാര്യ. കമ്പനിയുടെ സാമ്പിൾ പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യുക. നിയമവിരുദ്ധമായിട്ട് ഒന്നും നടക്കുന്നില്ല അല്ലേ? ഇല്ല സാർ. എങ്കിൽ പിന്നെ എന്തിനാ പോലീസിനെ കണ്ടപ്പോ നിന്റെ കസ്റ്റമർ ഓടി ചെയ്തു? എന്തിനാണ് ഓടിയത്? അത് പിന്നെ പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോ പേടിച്ചു പോയി സാർ. എന്നാ പിന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയി പയൊക്കെ മാറ്റി വിട്ടേക്കാം. സാർ, ഞാൻ കോളേജ് സ്റ്റുഡന്റാ. പഠിത്തവും സാമ്പിൾ പ്രോഡക്ട്സിന്റെ വിതരണവും ഒരുമിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ചില കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഡ്രഗ്സ് വിതരണം നടത്തുന്നുണ്ടെന്നുള്ള പരാതി ലഭിച്ചു. അപ്പൊ അതിന്റെയൊക്കെ ഒരു കണ്ണിയാ നീ. അല്ല സാർ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ കച്ചവടം നടത്തുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. നടക്കാങ്ങോട്ട്. സാർ, ആളാരാണെന്ന് അറിയാതെ വെറുതെ വായടക്കടി. ഇവിടെ പിടിച്ച് ജീവിക്കട്ടെ. ഇങ്ങോട്ട് വാടി. എനിക്കൊന്നും അറിയില്ല. നടക്ക്. സെക്രട്ടറി ആണല്ലോ. ഹലോ. ഹലോ സർ. ഞാൻ ഡ്രൈവിംഗിലാണ്. വല്ല എമർജൻസി മാറ്റർ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. സർ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സർ. സീരിയസോ? എന്താ പറ. സർ, പോലീസ് പോലീസ് സർ, വർഷ മേഡത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിറ്റിയിൽ വെച്ച പാക്കറ്റ് അവര് പിടിച്ചെടുത്തു.
സിറ്റി പോലീസാണോ അതോ എക്സൈസോ? അത് കൃത്യമായിട്ട് അറിയില്ല സർ. ഡീല് നടക്കുന്നതിനിടയിൽ ആരോ ഇൻഫർമേഷൻ കൊടുത്തതുപോലെ അവരെ അറസ്റ്റ് ചെയ്തത്. ഡീലറായ ആ സിദ്ദിഖിനെ വളഞ്ഞിട്ട് പിടിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാ, അതിനിടയിലാ പിടിച്ചത്. ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്. അവര് വർഷം എന്തെങ്കിലും? നോ സർ, പിടിച്ച് ജീപ്പി കയറ്റുന്നവരെ വർഷമേടത്തെ അവരൊന്നും ചെയ്തിട്ടില്ല. തൊണ്ടി സാധനങ്ങളുമായിട്ടാ വർഷമേടത്തെ കസ്റ്റഡിയിലെടുത്തത്. ഏത് സ്റ്റേഷനിൽ നിന്നാണെന്നോ എവിടേക്കാണെന്നോ ആരാണെന്നോ വല്ല വിവരവും കിട്ടിയോ? ഇല്ല സർ. പിന്നെ ആരായിരിക്കും ഇതിനെ പിന്നെ കളിച്ചത്? പിടിച്ചോണ്ട് പോയവരെ പറ്റി ഒരറിവും ഇല്ലെങ്കിൽ കരുതി കൂട്ടി ചെയ്തതാ എന്നെ തകർക്കാൻ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ വിവരം അറിയിക്കണം. ശരി സർ. എന്റെ പേഴ്സണൽ നമ്പർ വിളിച്ചാൽ മതി. ആ ഓക്കെ സർ. ഓക്കെ, താൻ ഫോൺ വെച്ചോ. വർഷ എങ്ങനെ രക്ഷപ്പെടുത്തണം? ഇല്ലെങ്കിൽ ജാമ്യമില്ലാതെ റിമാൻഡിലായി പോവും. അത് പാടില്ല. അവൾ എന്റെ ഭാര്യയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ബിസിനസിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും എല്ലാവരും അറിയും. അതോടെ സമൂഹത്തിന് മുന്നിൽ ഈ വിക്രമിന്റെ മുഖം മൂടി എന്നേക്കുമായി ഇല്ലാതാവും. അത് പാടില്ല. വർഷയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഹലോ, പറഞ്ഞോളൂ സാർ. സാർ ഇപ്പൊ തിരക്കിലാണോ? തിരക്കുണ്ട്, പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും സാറിന് വേണ്ടി ഞാനത് മാറ്റിവെക്കും. പറഞ്ഞോളൂ സാർ. സാർ, ഒരു വാർത്ത അറിഞ്ഞ് വിളിച്ചതാ. എന്തു വാർത്ത? എന്റെ ഒരു കൺസൈൻമെന്റ് പിടിച്ചിരുന്നോ? എന്താ വിക്രം സാറേ, കളിയാക്കുകയാണോ? സാറിന്റെ കൺസൈൻമെന്റ് ഒന്നും പിടിക്കാൻ തക്ക സ്റ്റാറൊന്നും ഈ തോളിൽ ഇതുവരെ കയറിയിട്ടില്ല. സാർ, ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. സിറ്റിയിൽ വെച്ച് അങ്ങനെ എന്തെങ്കിലും പിടിച്ചതായിട്ട് വല്ല റിപ്പോർട്ടും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന എന്റെ വൈഫിനെ. അവൾ എനിക്ക് രക്ഷിക്കണം. വിക്രം സാറേ, എനിക്കാണ് ഈ സ്റ്റേഷനിൽ ഇപ്പോ SHOയുടെ ചാർജ്. ഞാൻ അറിയേ, ഇന്ന് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.